ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ എന്ന ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ്. വേദത്തെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ധ്യാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അഥവാ അനിവാര്യതയെക്കുറിച്ച് ബോധിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ് ഇത്. വേദം പഠിച്ചിട്ടോ സ്തുതിഗീതങ്ങൾ പാടിയിട്ടോ ഒന്നും തന്നെ പ്രയോജനമില്ലെന്നല്ല, അതുമാത്രം പോരാ, അത് സ്വാനുഭവത്തിൽ വരണമെങ്കിൽ അത് ധ്യാനത്തിൽ ഉറക്കണം. ധ്യാനത്തിലൂടെ മാത്രമേ ഈശ്വര ദർശനം സാധിക്കൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. വേദം ഒരിക്കലും ഒന്നിനെയും നിന്ദിക്കുകയല്ല ചെയ്യുന്നത്, വന്ദിക്കുക തന്നെയാണ്. അതേസമയത്ത് എല്ലാറ്റിനെയും സമന്വയമാണ് നമുക്കിവിടെ വേദത്തിൽ കാണാൻ സാധിക്കുക. ഒന്നിനും എതിരല്ല, ഏതനുഷ്ഠാനങ്ങൾക്കും എതിരല്ല, മറിച്ച് അതിൻ്റെയൊക്കെ തലം മറ്റു പലതുമാണ്. അതേസമയത്ത് മുക്തിക്ക്, ശാന്തിക്ക്, സമാധാനത്തിന്, സ്വസ്ഥതയ്ക്ക് നമുക്ക് വേണമോ? ഒന്നുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ പരമമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത് അറിവിൽ നിന്നാണ്. ആ അറിവ് പുസ്തകജ്ഞാനമല്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അവിടെ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ എന്നുള്ളതിൽ യോഗ ശബ്ദത്തിന് അനുഷ്ഠാനമെന്നും യുജുമേളനെ എന്നുള്ളതും, അത് കൂടിച്ചേരുക എന്ന അർത്ഥത്തിലും, യുജ് സമാധൗ എന്നുള്ള പരമമായ അർത്ഥത്തെയും നമ്മൾ ചിന്തിച്ചു. കൂടിച്ചേരുക, ജീവ ബ്രഹ്മ ഐക്യമാകുന്ന കൂടിച്ചേരൽ, അതാണ് യുജുമേളനം എന്ന് പറഞ്ഞാൽ സാമാന്യമായ അർത്ഥം. പ്രാഥമിക തലത്തിൽ അനുഷ്ഠാനം എന്ന അർത്ഥത്തിൽ യോഗ ശബ്ദം ഉപയോഗിക്കുന്നുണ്ട്. അഷ്ടാംഗ യോഗമൊക്കെ വരുന്നത് അതിലാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഈ അഷ്ടാംഗ യോഗ സാധനങ്ങളെല്ലാം വരുന്നത് ഈ ഒരു തലത്തിലാണ്. അനുഷ്ഠാനം എന്ന അർത്ഥത്തിലാണ് യോഗ ശബ്ദം വരുന്നത്. യുജുമേളനവ് എന്ന് പറയുമ്പോൾ ജീവബ്രഹ്മ ഐക്യത്തിനായിക്കൊണ്ട് നാം ചെയ്യുന്ന എന്ത് പ്രക്രിയകളുണ്ടോ, തീർത്ഥയാത്രകളാവട്ടെ, ക്ഷേത്ര ആരാധനയാവട്ടെ, വഴിപാടുകളാവട്ടെ, എന്തുണ്ടോ അതെല്ലാം യോഗ ശബ്ദത്താൽ പറയും. മറ്റൊന്ന് യുജ് സമാധൗ എന്ന അർത്ഥത്തിൽ ഇവിടെ ധ്യാനത്തിനുപരി ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ്സ, ധ്യാനത്തിൻ്റെ അപ്പുറത്തേക്ക് ധ്യാനിക്കുന്ന വ്യക്തിയും ധ്യാനിക്കുക എന്നുള്ള പ്രക്രിയയും ധ്യാനിക്കപ്പെടുന്ന വസ്തുവും മൂന്നും ഇല്ലാതായി മൂന്നും വിലയിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് സമാധി എന്നുള്ളത്. പലരും ഈ വാക്യത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കാരണം സമാധി എന്ന് പറഞ്ഞാൽ സ്വാമിമാർ മരിച്ചു കഴിഞ്ഞാൽ സമാധിയായി, രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ആട് നീങ്ങി, അങ്ങനെയൊക്കെ പല ഉണ്ട്. അങ്ങനെ ഈ ഓരോ പദപ്രയോഗങ്ങൾ നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യൻ മരിച്ചു പോയാൽ അത് മരിച്ചു പോലായി, മറ്റു ജീവികൾ ചത്തുപോയാൽ ചത്തുപോലായി. ഇതിനൊക്കെ സംഗതിയൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ ഈ മരിച്ചു പോയിട്ട് ഉള്ളതിനല്ല സമാധി എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സമാധിസ്ഥൻ, മരിച്ചാലും സമാധിസ്ഥനാണ്. സമാധി ഒരിക്കലും മരിച്ചിട്ടല്ല, ജീവിച്ചിരിക്കുമ്പോഴാണ്. അത് ധ്യാനത്തിനും ഉപരിയാണ്. ധ്യാനത്തിൽ തന്നെ നമുക്ക് എത്താൻ പറ്റില്ല. എങ്ങനെ എത്താൻ പറ്റില്ല? അത് സ്വാഭാവികമായി എത്തേണ്ടതാണ്. എത്തിക്കാൻ സാധിക്കില്ല, മറ്റൊരാൾക്ക് തരാൻ സാധിക്കില്ല. ജപകീർത്തനങ്ങളൊക്കെ നമുക്ക് മറ്റൊരാൾക്ക് ചെയ്ത് കാണിച്ചു തരാനും ചെയ്യിക്കാനും ഒക്കെ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് കാലക്രമേണ നമുക്ക് എത്തിച്ചേരുന്നൊരു ഘട്ടമാണ് ഈ ധ്യാനം തന്നെ. അങ്ങനെയുള്ള ധ്യാനത്തിൻ്റെ സ്വാഭാവികമായ പ്രക്രിയയാണ് സമാധി. സമാധി എന്ന് പറയുന്ന സമയത്ത് സമാധിസ്ഥന് സമാനമായ അന്ധക്കരണത്തിൻ്റെ പ്രവാഹത്തെയാണ് സമാധി എന്ന് പറയുക. അന്ധക്കരണത്തിൻ്റെ ഏകമായ ഉറച്ചു നിൽപ്പ്, ഉറച്ച തീരുമാനം എടുക്കുക.
സമാധിസ്ഥനെ സംബന്ധിച്ച് അയാൾക്ക് ജീവിച്ചാലും മരിച്ചാലും ഒന്നുമില്ല. അയാളെ ഒന്നും ബാധിക്കുന്നില്ല. ശരീരത്തിലല്ല അയാൾ വസിക്കുന്നത്. ശരീരം എൻ്റെയാണ്, ഞാനല്ല. നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ ശരീരം എന്ന് പറയുമ്പോഴും ഞാൻ ശരീരം എന്നുള്ള തലത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, എൻ്റെ ശരീരം, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ നാക്ക്, എൻ്റെ മൂക്ക്, എൻ്റെ തൊക്ക് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ എൻ്റെ എന്ന് പറയുമ്പോഴും ഞാൻ കണ്ണ്, ഞാൻ മൂക്ക് എന്നൊക്കെ വിധത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടു, ഇതൊക്കെയാണ് പറയുന്നത്. എനിക്ക് മനസ്സില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാനെന്നുള്ളത് താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ് ശരീരസംഘാതവുമായിട്ട്. ആ സമയത്ത് മനസ്സുമായി സംഘാതം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ഞാനുമായി സംഘാതം കൂടി ചേരുന്ന സമയത്ത് മനസ്സിന് വരുന്ന വിഷമങ്ങളെല്ലാം ഞാൻ ഏറ്റെടുക്കും. ശരീരത്തിന് വരുന്ന ക്ലേശങ്ങളൊക്കെ ഞാൻ ഏറ്റെടുക്കും. എനിക്ക് സുഖമില്ല എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എനിക്ക് സുഖമാണ്, അല്ലെങ്കിൽ എന്നെ ഒരാൾ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയും. ഒന്നിനാലും ബാധിക്കപ്പെടാതെ ചിലരെ പുകഴ്ത്തുന്ന സമയത്ത് നിങ്ങൾ കേമനാട്ടോ, നല്ല അറിവുള്ള ആളാട്ടോ എന്നൊക്കെ ഞങ്ങൾക്ക് പറയുമ്പോഴേക്കും നമ്മൾ അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ജാക്കി വെച്ച് പൊന്തിച്ചതുപോലെ ഒരു പൊന്തലുണ്ടാവും. അങ്ങനെ ഒരു പൊന്തലുണ്ടെങ്കിൽ ഉറപ്പാണ് ആരെങ്കിലും നിന്ദിക്കുന്ന സമയത്ത് നമ്മൾ വിഷമിക്കുകയും ചെയ്യും. ഒന്നുണ്ടെങ്കിൽ മറ്റൊന്നുണ്ട്. ഇത് രണ്ടിനാലും ബാധിക്കപ്പെടാത്തതെന്ന് പറയുമ്പോൾ ഒരു പുകഴ്ത്തൽ കാരണവും ഒരു നിന്ദിക്കൽ കാരണവും, നിന്ദിച്ചാലും നന്ന്, വന്ദിച്ചാലും നന്ന്. കാറൊളി ചെളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം, താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം. എന്തായാലും അതെന്നെ ബാധിക്കുന്നതല്ല എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ദുഃഖം എന്നില്ല, ദുഃഖം ഏൽക്കുന്നില്ല. ദുഃഖം ലോകത്തുണ്ട്. ലോകത്ത് ദുഃഖം ഉണ്ടായിക്കോട്ടെ, ലോകത്ത് സുഖം ഉണ്ടായിക്കോട്ടെ, രണ്ടിനാലും ബാധിക്കപ്പെടാത്ത സർവ്വദ്വന്ദ്വ സഹനം എന്ന് പറയും. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ടു ചേർന്നത്. ഇവിടെ സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, മാനമുണ്ടെങ്കിൽ അപമാനമുണ്ട്, നിന്ദയുണ്ടെങ്കിൽ സ്തുതിയുണ്ട്, ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്, പൂജയുണ്ടെങ്കിൽ പരിഭവമുണ്ട്. അതാണ് ലോകം. സുഖം മാത്രമായൊരു ലോകം ഉണ്ടാവില്ല, വെറുതെ സ്വപ്നം കണ്ടിട്ട് പ്രയോജനമില്ല. ദുഃഖം മാത്രമായൊരു ലോകം ഉണ്ടാവില്ല, അതും സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരും, രാത്രിയും പകലും പോലെ. പക്ഷേ അതിനാൽ ബാധിക്കപ്പെടാതെ വന്നാൽ യാതൊരു സംശയമില്ല, ആ ഒരവസ്ഥയ്ക്കാണ് സർവതന്ത്ര സ്വതന്ത്രത എന്ന് പറയുക, സ്വാതന്ത്ര്യം. പിന്നെ ആനന്ദം മാത്രമേ ഉള്ളൂ. ഇതൊരു മനോഭാവം കൂടിയാണ്. ഒരു വീട്ടിൽ 2 പേര് വന്നു, 2 പേർക്ക് അര ഗ്ലാസ് വീതം ചായ കൊടുത്തു. ഒരു അര ഗ്ലാസ് ചായ കിട്ടിയ ഒരാൾ, എനിക്ക് അര ഗ്ലാസ് ചായ കിട്ടിയല്ലോ, സംതൃപ്തി. മറ്റേയാൾക്ക് അര ഗ്ലാസ് ചായ തരാൻ കണ്ടതേ. ഇത് ആദ്യം പറഞ്ഞ ആൾക്ക് എന്ത് കിട്ടിയാലും സംതൃപ്തി ആയിരിക്കും. രണ്ടാമത് പറഞ്ഞ ആൾക്ക് ചായയുടെ കുട്ടകത്തിൽ പിടിച്ച് മുക്കിയാലും സംതൃപ്തി ഉണ്ടാവില്ല. കേവലം ചായയുടെ കാര്യത്തിലല്ല, എല്ലാ മേഖലയിലും അയാൾ അസംതൃപ്തനായിരിക്കും. അപ്പോൾ ഈ സംതൃപ്തി എന്നുള്ള മനോഭാവം എവിടെ നിന്നാണോ നമുക്ക് ലഭിക്കുന്നത്, അത് ധ്യാനത്തിനുപരി സമാധിയിലാണ്. ശാശ്വതമായ സംതൃപ്തി സമാധിയിലാണ് ലഭിക്കുന്നത്. ഈ സമാധിസ്ഥന്മാർക്ക് മരിച്ചാലും നല്ലത്, ജീവിച്ചാലും നല്ലത്. ശരീരത്തിലല്ല അവർ വസിക്കുന്നത്. ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മെ എത്തിക്കുക എന്ന അർത്ഥത്തിലാണ് സമാധി എന്നുള്ളത് ഈ യോഗ ശബ്ദത്താൽ പറയപ്പെട്ടത്. യോഗം എന്ന് പറഞ്ഞാൽ യുജ് സമാധൗ എന്നാണ് അതിൻ്റെ മുഖ്യമായ അർത്ഥം, ലക്ഷ്യാർത്ഥം. അങ്ങനെയുള്ള ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ പശ്യന്തിയം യോഗിനോ, അങ്ങനെയുള്ള യോഗിമാർ കാണുന്നു. ജീവിച്ചിരിക്കുന്ന ഒരാൾ സമാധിയെ പ്രാപിച്ചു കഴിഞ്ഞാൽ മരിച്ചാലും സമാധി തന്നെ. മരിച്ചു കഴിഞ്ഞാൽ ശിവക്ഷേത്രമൊക്കെ ആയിട്ടാണ് അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഒരു ശിവക്ഷേത്രമായിട്ടാണ് ആരാധിക്കുക. ഈ സമാധി ഇരുത്തുക എന്നൊക്കെ പറയും. സമാധി ഇരുത്തുക എന്ന് പറയുന്ന സമയത്ത് ഒരു 90 ഡിഗ്രിയിൽ അങ്ങ് കൊണ്ടുപോയി 6 അടി ആഴത്തിൽ കുഴിയെടുത്ത് അതിൽ കുറേ പച്ചക്കർപ്പൂരവും കുറേ രാമച്ചവും കുറേ വെണ്ണീര് എന്ന് പറഞ്ഞാൽ ഭസ്മം, അല്പം പോലും കരിയില്ലാത്ത വെണ്ണീര്, തന്നെ ഭസ്മം, അതൊക്കെ നിറച്ച് ചാക്ക് കണക്കിന് കർപ്പൂരമൊക്കെ നിറച്ച് ലക്ഷക്കണക്കിന് രൂപ വരും ഒരു സമാധി ഇരുത്താൻ.
ഒരല്പം പോലും എല്ലോ മറ്റോ ദുഷ്ടോ ഒരല്പം പോലും വ്യാപിക്കില്ല. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ശരീരബോധത്തിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളൊരു യോഗി, ഒരു മഹാത്മാവിനെ, അദ്ദേഹത്തെ നമ്മൾ ഈശ്വരനായിട്ടാണ് കാണുന്നത്. ശരീരം അല്ല താനെന്നുള്ളവർ ഈശ്വരൻ തന്നെയാണ്. അങ്ങനെ ഈശ്വരനായിട്ട് നമ്മൾ പൂജിക്കും. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും എത്തിപ്പെടേണ്ട ഒരു തലമാണ് സമാധി. ഈ സമാധി എന്നുള്ളത് മനസ്സിൻ്റെ, ബുദ്ധിയുടെ, ചിത്തത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ വേർതിരിവില്ലാത്ത ആ ഏകമായിരിക്കുന്ന, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ആ പരമമായ തലത്തെയാണ് സൂചിപ്പിച്ചത്. അത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടാൻ സാധിച്ചാൽ അയാൾ മരിച്ചാലും സമാധിസ്ഥൻ. ജീവിച്ചിരിക്കുമ്പോൾ അയാൾക്ക് സാധിക്കില്ലേ, മരിച്ചാലും അയാൾ സമാധിസ്ഥനല്ല. സമാധി ഇരുത്തി എന്ന് പറഞ്ഞാലും സമാധിസ്ഥനല്ല. ഈ ഒരു സ്ഥിതിവിശേഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പശ്യന്തിയം യോഗിനോ യസ്യ അന്തം, ആരുടെ അന്തമാണോ, അറ്റമാണോ, യസ്യ അന്തം ന വിദു സുരാസുരഗണ ദേവായ തസ്മൈ നമ. എന്താ ഈ പറഞ്ഞതിനർത്ഥം? വേദം പഠിച്ചത് കൊണ്ടോ, ന വിദു വേദം പഠിച്ചുകൊണ്ടോ, സുരന്മാർ ദേവന്മാർ, അസുരന്മാർ തന്നെ. അപ്പം ദേവന്മാരോ അസുരന്മാരോ വേദം പഠിച്ചത് കൊണ്ടോ മാത്രം ഒരാളും തന്നെ ഈശ്വര ദർശനം സാധിക്കുന്നില്ല. ഈശ്വര ദർശനം സാധിക്കണമെങ്കിൽ യാതൊരു സംശയമില്ല, അത് ധ്യാനത്തിൽ അവസ്ഥിതമായിരിക്കണം. ധ്യാനത്തിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധിക്കൂ എന്ന് പറയുന്നത്. ഈ സാക്ഷാത്കാരം എന്നുള്ള പദം തന്നെ സംശയലേശമെന്യ അറിയൽ എന്ന അർത്ഥത്തിലാണ് സാക്ഷാത്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത്. സംശയത്തോടു കൂടിയുള്ള അറിയലല്ല. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ സംശയമില്ലാതെ അറിയാം. ഇപ്പം നമുക്ക് സംശയമുള്ളത് ശിവനാണോ അതോ വിഷ്ണു ആണോ അതോ വേറെ ആരെങ്കിലും ആണോ, മുത്തപ്പനാണോ അല്ലെങ്കിൽ കുട്ടിച്ചാത്തനാണോ, എങ്ങനെ പല സംശയങ്ങൾ നമുക്കുണ്ട്. ഈശ്വര തത്വത്തെ ശരിക്കും സംശയമില്ലാതെ അറിയുമ്പോൾ ആ അറിവിനെയാണ് സമാധി എന്ന് പറയുക. ആ ഈശ്വര സാക്ഷാത്കാരം നേടാൻ അനുയോജ്യമായ വിശേഷബുദ്ധിയോടൊത്താണ് മനുഷ്യൻ്റെ സൃഷ്ടി എന്ന് പറയുക ചെയ്യുന്നത്. ഇത് ഭാഗവതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഭാഗവതത്തിൽ ഈ ഒരു ഭാഗം പറയുന്ന ഒരു ശ്ലോകമുണ്ട്. സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയാ വൃക്ഷാൻ സരീസൃപമൃഗാൻ കഗദംശ മത്സ്യാൻ സ്ഥൈസ്ഥൈരദുഷ്ടഹൃദയം പുരുഷം വിധായ ബ്രഹ്മാവലോകദിഷണം മുദമാപദേവ. ഭാഗവതത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ്. സൃഷ്ട്വാ പുരാണി വിവിധാനി അജയാത്മശക്തിയാ, തൻ്റെ ജന്മരഹിതമായ ശക്തി ഒന്നിനാൽ സൃഷ്ടികർത്താവ്. അപ്പോൾ വാസ്തവത്തിൽ ബ്രഹ്മാവ് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് അർത്ഥം. തൻ്റെ ജന്മരഹിതമായ ശക്തി ഉണ്ട് എന്നാണ്. ബ്രഹ്മാവ് വാസ്തവത്തിൽ ഇല്ല. അത് അപ്പോൾ സൃഷ്ടി പ്രക്രിയയെ അംഗീകരിക്കുന്ന തലത്തിലേ ബ്രഹ്മാവ് എന്നുള്ളതുള്ളൂ. മകനുണ്ടായാലേ അച്ഛൻ എന്നുള്ള പേരുള്ളൂ, അല്ലാതെ അച്ഛനല്ലല്ലോ. അതേപോലെ ബ്രഹ്മാവ്, ഒരു ഈശ്വരനെ തന്നെ ബ്രഹ്മാവ് എന്ന പേര് വരാൻ കാരണം അത് സൃഷ്ടി പ്രക്രിയയിൽ വ്യാപരിക്കുമ്പോൾ ഉള്ള പേരാണ്. അപ്പോൾ സൃഷ്ടി പ്രക്രിയയിലേക്ക് അംഗീകരിച്ച് താഴോട്ട് ഇറക്കി കൊണ്ടുവരുമ്പോഴാണ് ബ്രഹ്മാവ് എന്നുള്ള പദം തന്നെ യോജിക്കുന്നുള്ളൂ. അല്ലാതെ ഈശ്വരൻ ബ്രഹ്മാവായിട്ടൊന്നുമില്ല. ആത്യന്തികമായ ഒരു സൃഷ്ടി പ്രക്രിയയെ നമ്മളോട്ട് അംഗീകരിക്കുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മുട്ടയാണോ കുട്ടിയാണോ ആദ്യം ഉണ്ടായത്, മാവാണോ അണ്ടിയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. അനവസ്ഥാദോഷം വരും. ബ്രഹ്മാവാണ് ആദ്യ സൃഷ്ടി എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദ്യം വരും. ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സാമഗ്രികളെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദ്യം വരും. അവസാനം എവിടെ എത്താൻ പോകുന്നില്ല. വാസ്തവത്തിൽ ആത്യന്തികമായ ഒരു സൃഷ്ടി പ്രക്രിയയെ അംഗീകരിക്കുന്നില്ല. അമ്മയാണോ കുട്ടിയാണോ ആദ്യം ഉണ്ടായത്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവില്ല. ഇപ്പോൾ വാസ്തവത്തിലൊരു സൃഷ്ടിയില്ല. എന്നാൽ ഒരു സൃഷ്ടി പ്രക്രിയയെ അംഗീകരിക്കുന്നുണ്ട്. പഠിക്കുന്ന കുട്ടിയോട് അധ്യാപകൻ പറഞ്ഞു ഒരു വൃത്തം വരയ്ക്കാം. ആ വൃത്തത്തിന് ആദി അന്തം ഇല്ല. എന്നാൽ വരച്ചു തുടങ്ങുന്ന സ്ഥലം ആദി എന്ന് കണക്കാക്കും. വരച്ചു കഴിഞ്ഞാൽ അതൊരു വൃത്തമാണെങ്കിൽ അത് കൂടിച്ചേരുന്ന ഭാഗം അത് അന്ത്യമാണ്.
ഇനി അത് വിട്ടുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ആദ്യം അന്തമില്ല. വൃത്തമാണെങ്കിൽ അതിന് തുടക്കം കൊടുക്കില്ല. ഇതുപോലെ സൃഷ്ടിചക്രമാണ്, അതിനൊരു ആദിയും അന്തവും കണക്കാക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ പഠന സൗകര്യത്തിന് വേണ്ടി ഒരു ബ്രഹ്മാവ് സൃഷ്ടി നടത്തി എന്ന് അംഗീകരിക്കുന്നു. സൃഷ്ടി നടത്തിയെങ്കിൽ നടത്തിയതിനെ എന്ത് വേണം? പരിപാലിക്കേണ്ടതുണ്ട്. അപ്പോൾ വിഷ്ണുവിനെ പറയേണ്ടി വരും. അപ്പോൾ വാസ്തവത്തിൽ ബ്രഹ്മാവേ ഇല്ലെങ്കിൽ പിന്നെ വിഷ്ണു ഇല്ല. വിഷ്ണു ഉണ്ടെങ്കിൽ പിന്നെ അതിനെ കൊല്ലും വേണമല്ലോ, സ്ഥിതി സംഹാരകനും വേണ്ടേ? സ്ഥിതി ഉണ്ടെങ്കിൽ സംഹാരം വേണം. അപ്പോൾ ഒന്നുണ്ടെങ്കിലേ മറ്റൊന്നുള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവോ വിഷ്ണുവോ ശിവനോ ഒക്കെ സങ്കല്പമാണ് എന്നർത്ഥം. സാങ്കല്പികമായ ലോകത്ത്, സൃഷ്ടി പ്രക്രിയയെ അംഗീകരിക്കുന്ന ലോകത്ത് ഈ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെ നമ്മൾ സങ്കല്പിക്കുന്നു. അങ്ങനെയുള്ള വാസ്തവത്തിൽ ഉണ്ടാവാത്ത ആ ബ്രഹ്മാവ് ചില പൗരാണിക സൃഷ്ടികളെ ചെയ്തു എന്നാണ് പറയുന്നത്. ഏതാ? സൃഷ്ട്വാ പുരാണി വിവിധാന്യജയാത്മശക്തിയ. പറയുകയാണ് ഏതൊക്കെ, എല്ലാം പറയാൻ വയ്യല്ലോ. വൃക്ഷാൻ സരീസൃപമൃഗാൻ കഗതംശ മത്സ്യാൻ. വൃക്ഷങ്ങളെ, പിന്നെയോ ഇഴജന്തുക്കളെ, പിന്നെയോ മൃഗങ്ങളെ, പിന്നെയോ മത്സ്യങ്ങളെ, ഇതൊക്കെ സൃഷ്ടിച്ചിട്ട് സ്ഥൈരദുഷ്ടഹൃദയം പുരുഷം വിധായ. സ്ഥൈരദുഷ്ടഹൃദയം, സങ്കടപ്പെട്ട മനസ്സോടുകൂടി ഇരുന്നു എന്നാണ്. ബ്രഹ്മാവ് പോയിട്ടൊരു മൂലയ്ക്കൽ പോയിട്ട് കൂനിക്കൂടി ഇരുന്നു എന്നൊന്നും അർത്ഥമെടുക്കരുത്. ഈ സൃഷ്ടി പ്രക്രിയ പൂർണ്ണതയിലെത്തിയില്ലല്ലോ എന്ന് വിചാരിച്ച് വിചാരവാനായി. എന്നാൽ അങ്ങനെയുള്ള ഒന്നിനെ സൃഷ്ടിക്കണമല്ലോ. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. എങ്ങനെയുള്ള മനുഷ്യനെ? ബ്രഹ്മാവലോക ധിഷണയോടൊത്ത മനുഷ്യനെ. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. ബ്രഹ്മത്തെ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സർവകാരണത്തെ, നമ്മുടെ ഒക്കെ അടിസ്ഥാന കാരണം, ആ സർവകാരണത്തെ മനസ്സിലാക്കാനുള്ള കഴിവോടൊത്ത ധിഷണ, അതാണ് ധിഷണ. ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ധിയം രാധീതി ധീരൻ, ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നവനാണ് ധീരൻ. അല്ല സാഹസികനോ അവിവേകിയോ അല്ല. നമ്മൾ മലയാളത്തിൽ അങ്ങനെ കണക്കാക്കുക. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടെടുത്ത് ചാടി നല്ല ധീരനാണ്. പുഴയിൽ ഒഴുക്കപ്പെട്ട ആളെ, നീന്തലറിയാത്ത ഒരാളെ രക്ഷപ്പെടുത്തി അയാൾ മരിച്ചുപോയി, അത് ധീരനാണ്. ഇതൊന്നും അല്ല ധീരൻ. ധീരൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നവനാണ്, വിവേകപൂർവ്വം പ്രവർത്തിക്കുന്നവനെയാണ് ധീരൻ എന്ന് പറയുക. മറ്റേ സാഹസികനാണ്, അവിവേകിയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ ധിഷണ എന്ന് പറയുമ്പോൾ വിശേഷബുദ്ധി എന്നർത്ഥം. വിശേഷബുദ്ധിയോടുകൂടിയ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു? ഈ കൃതം കൃത്യതയാ തൃപ്തയതി, ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞവനായി. ഇനി അത് എത്തേണ്ടിടത്ത് എത്തിക്കോളും. ഈ സൃഷ്ടി പ്രക്രിയ എത്തേണ്ടിടത്ത് എത്തിക്കോളും എന്ന് പറഞ്ഞാൽ ബൗദ്ധിക പരിണാമത്തിൻ്റെ ഉന്നതിയിൽ മനുഷ്യൻ ഈശ്വരനാകുന്നു. ഈശ്വരനിൽ നിന്ന് വന്നു, അങ്ങനെ സർവ്വജീവജലങ്ങളായി 84 ലക്ഷം ജീവയോനികളിലൂടെ പരിക്രിയ കഴിഞ്ഞ് ഇനി എന്തായി? ഇനി മനുഷ്യനായി. ഇനി മനുഷ്യനായിട്ട് ജൈവിക പരിണാമം കഴിഞ്ഞു. ഇനി ജൈവിക പരിണാമം പറയപ്പെട്ടിട്ടില്ല. ഇനി പറയുന്നത് ബൗദ്ധികമായ വളർച്ചയാണ്. ഏത് സയൻസ് പറഞ്ഞാലും മനുഷ്യനാവുന്നത് കുരങ്ങിൽ നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യനായിട്ട് പിന്നെ എന്താവും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം മനുഷ്യനായതിന് ശേഷം ഇനി ജൈവിക പരിണാമം നടക്കുന്നില്ല, ബൗദ്ധിക പരിണാമമാണ്, ബുദ്ധിപരമായ വളർച്ചയാണ്. ആ വിശേഷ ബുദ്ധി കൊണ്ട് ആ മനുഷ്യന് ഈശ്വരനാവാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈശ്വരനാവാൻ മനുഷ്യനേ പറ്റുള്ളൂ. എന്നിട്ടാണ് നമ്മൾ പറയുന്ന ആൾ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത്. മനുഷ്യനല്ലേ ദൈവമാവാൻ പറ്റുക? പക്ഷേ തലേ ദിവസം വരെ 4 കാലിൽ നടന്ന് പിറ്റേന്ന് വാള് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പട്ട് കിട്ടുമ്പോൾ ദൈവമാവുന്ന ആ ദൈവത്തെ വേണമെങ്കിൽ ആൾ ദൈവം എന്ന് വിളിച്ചോളൂ. പക്ഷെ വാസ്തവത്തിൽ ബുദ്ധിപരമായ വളർച്ച കൊണ്ട് മനുഷ്യന് ഈശ്വരനാവാം, മനുഷ്യനെ ഈശ്വരനാവാൻ പറ്റൂ. ഈ ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുകയാണ് ഭാഗവതത്തിൻ്റെ പോലും ലക്ഷ്യം. അതാണ് പറഞ്ഞുകൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ശ്ലോകത്തോടുകൂടി ഈ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമ. അങ്ങനെയുള്ള ദേവനായിക്കൊണ്ട് നമസ്കാരം. എങ്ങനെയുള്ള ദേവൻ? അങ്ങനെയുള്ള ദേവൻ. ഇപ്പോൾ ഇവിടെ എല്ലാ ദേവനും പറയും, ആ ദേവൻ്റെ പേരെനിക്കറിയില്ല. പേരില്ലാത്ത ദേവൻ ഈശ്വരൻ.
ഈശ്വരൻ്റെ പറയുന്നതൊന്നും ഈശ്വരനല്ല, ബ്രഹ്മാവല്ല, വിഷ്ണുവല്ല, ഒന്നുമല്ല. പിന്നെ എന്താണ്? എന്തിനെയാണോ ബ്രഹ്മാവെന്നും വിഷ്ണുവെന്നും ശിവനെന്നും കുട്ടിച്ചാത്തനെന്നും ബർക്കുട്ടിയെന്നും ഭൈരവനെന്നും അതെന്നും ഇതെന്നും ഒക്കെ പറയുന്നത്, ആ പറയുന്നതിനെ ഞാനിതാ നമിക്കുന്നു. നാമരൂപങ്ങൾക്കുപരിയുള്ള ആ പരമമായ തത്വത്തിൻ്റെ മുന്നിൽ ഞാൻ തലകുനിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതാണ് ഗീതാധ്യാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സർവവേദസാരമായിരിക്കുന്ന ഗീതയുടെ സർവമഹത്വങ്ങളെയും വിളിച്ചോതുന്ന പോരാ, മധുസൂദന സരസ്വതി സ്വാമികളാൽ എഴുതപ്പെട്ടതെന്നറിയുന്ന ഈ 9 ശ്ലോകങ്ങൾ. ആ 9 ശ്ലോകങ്ങൾ ഇന്ന് പല ആളുകളും പഠിച്ചു വെച്ചതാണ്, പല ആളുകൾക്കും അറിയാം അത്. അതുകൊണ്ട് നമുക്ക് അതിനുപരി ഇനി ഗീതയിലേക്ക് പ്രവേശിക്കാം. ഗീത എന്ന് പറയുമ്പോൾ അനേകം ഗീതകളുണ്ട്. അനേകം ഗീതകളുണ്ടെന്ന് പറയുമ്പോൾ അവിടെ സിനിമാ നടി ഗീത ഉണ്ടാവും, അയൽവാസി ഗീത ഉണ്ടാവും, അതൊക്കെ പെടില്ല. അല്ലാത്ത ഗീതകൾ തന്നെ പറയുന്നുണ്ട്. അതേതാ ഗീതകൾ? അഷ്ടാവക്ര ഗീത, അനുഗീത, മംഗീഗീത, ഗുരുഗീത, രാമഗീത, ഭഗവത്ഗീത, ഇങ്ങനെ ഒരുപാട് ഗീതകളുണ്ട്. ഗീത എന്ന് മാത്രം പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാണ്. അതുകൊണ്ട് വേദസാരമായി പറയപ്പെട്ട ഗീത ഏതാന്ന് ചോദിച്ചാൽ ഇതാണ്. ഏത്? ശ്രീമദ് ഭഗവത്ഗീത. ആ ശ്രീമദ് ഭഗവത്ഗീത എവിടെയുള്ളത്? മഹാഭാരതത്തിലാണുള്ളത്. മഹാഭാരതം 18 പർവ്വങ്ങളുള്ളതാണ്. ഓരോ പർവ്വത്തിലും അനേകം അധ്യായങ്ങളുണ്ട്. അങ്ങനെ മൊത്തം 18 പർവ്വങ്ങളിലും കൂടിയായി 2000-ലധികം വരും അധ്യായങ്ങൾ. 1,25,000 ശ്ലോകങ്ങളുണ്ട് ഹരിവംശമടക്കം. ഹരിവംശം തീർത്തും ശ്രീകൃഷ്ണ കഥകളെ പറയുന്നതാണ്. അങ്ങനെയുള്ള 1,25,000-ഓളം വരുന്ന മഹാഭാരതത്തിൽ, 18 പർവ്വങ്ങളുള്ള മഹാഭാരതത്തിൽ, 2000-ലധികം അധ്യായങ്ങളുള്ള മഹാഭാരതത്തിൽ 6ാം പർവ്വത്തിൻ്റെ പേരാണ് ഭീഷ്മപർവം എന്നുള്ളത്. ആ ഭീഷ്മപർവത്തിൽ ഒരു ഉപപർവം ഉണ്ട്, അതാണ് ഗീതാപർവം. അത് 13ാം അധ്യായം മുതൽക്കാണ് തുടങ്ങുന്നത്. ഭീഷ്മപർവത്തിലെ 13ാം അധ്യായം മുതൽ ഒരു ഉപപർവം ആരംഭിക്കുന്നു, അതിൻ്റെ പേരാണ് ഗീതാപർവം. അങ്ങനെ തുടങ്ങി ഗീതയുടെ സാഹചര്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് 25ാം അധ്യായത്തിലാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1ാമത്തെ ശ്ലോകം ഉള്ളത്. 13ാം അധ്യായം മുതൽ ഗീതാപർവം ആരംഭിക്കുന്നുണ്ടെങ്കിലും 25ാം അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകമാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ 1ാമത്തെ ശ്ലോകം. ധൃതരാഷ്ട്ര ഉവാച എന്ന് തുടങ്ങുന്ന ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ ചോദിക്കുന്ന ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ. ഇതാണ് നമ്മൾ തുടർന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത്. വേദപരിചയം എന്നുള്ള നിലയ്ക്ക് ഗീതയെ മൊത്തം ശ്രദ്ധിക്കാനല്ല, നമ്മൾ വേദത്തെ പരിചയപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കാൻ പോവുകയാണ് അടുത്ത സന്ദർഭത്തിൽ. തൽക്കാലം ഉപസംഹരിച്ചുകൊണ്ട് ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ